നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫ്ലിക് ടെക്. അതുകൾ ടൈം വേസ്റ്റ് ചെയ്തേ ലെറ്റ് സ്റ്റാർട്ട്. 10,000 രൂപയ്ക്ക് താഴെയുള്ള ഏറ്റവും ബെസ്റ്റ് ആൻഡ് ഹൈ പെർഫോമൻസ് സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണുക. അതിനു മുമ്പായി ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ലിസ്റ്റിൽ ആദ്യം വരുന്ന ഫോൺ എന്ന് പറയുന്നത് പോക്കോ M2 റീലോഡഡ് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ 4GB RAM, 64GB ഇൻറ്റർണൽ മെമ്മറി, 6.5 ഇഞ്ച് ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ ഗെയിം കളിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടും. ക്യാമറ 13MP+, 8+5+2 ആണ്. 8MP ഫ്രണ്ട് ക്യാമറ നൽകിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാറ്ററിയെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ബാറ്ററി ഉണ്ട്. 5000 mAh ബാറ്ററിയാണ് ഈ പോക്കോ M2 റീലോഡഡ് എന്നീ ഫോണിന് നൽകുന്നത്. പിന്നെ പ്രോസസ്സറിനെ കുറിച്ച് ചോദിച്ചാൽ മീഡിയടെക് ഹീലിയോ G80 പ്രോസസ്സറാണ്. അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ തന്നെയാണ്. കാരണം PUBG ആയാലും ഫ്രീ ഫയർ ആയാലും COD ആയാലും നല്ല ഗ്രാഫിക്സ് തന്നെ കളിക്കാൻ പറ്റും. ഫ്രീ ഫയറൊക്കെ ഹൈയിൽ കളിക്കാൻ പറ്റും. COD ഒക്കെ മീഡിയത്തിലിട്ട് കളിച്ചാലും ഒരു കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ പ്രൈസ് എന്ന് വെച്ചാൽ 9,499 രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നമ്മുടെ ലിസ്റ്റിലെ സെക്കൻഡ് സ്മാർട്ട് ഫോൺ റിയൽമി നാർസോ 30A ആണ്. 4GB RAM, 64 ഇഞ്ച് ഇൻറ്റർണൽ മെമ്മറി തന്നെയാണ്. 6.53 ഇഞ്ച് HD+ ഡിസ്പ്ലേ ആണ്. ഫുൾ HD അല്ല, അത് നോട്ട് ചെയ്യുക. പിന്നെ ക്യാമറ 13MBയുടെ ഒരു ട്രിപ്പിൾ ക്യാമറയാണ്. ഫ്രണ്ട് 8 ആണ്. പിന്നെ 6000 mAh ബാറ്ററി കിട്ടുന്നുണ്ട്. അതൊരു നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. അതിൻ്റെ കൂടെ തന്നെ 18 വാട്ട് ക്വിക്ക് ചാർജർ ലഭിക്കുന്നുണ്ട്. പിന്നെ പ്രോസസ്സറിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ G85 പ്രോസസ്സറാണ് കിട്ടുന്നത്. അത് മീഡിയടെക്കിൻ്റെ ഹീലിയോ G85 നല്ല അടിപൊളി പ്രോസസ്സർ തന്നെയാണ്. പോക്കോ M2ൽ G80 മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇവിടെ G85 പ്രോസസ്സറാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഫോണിൻ്റെ പ്രൈസ് വരുന്നത് 9,999 മാത്രമാണ്. നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോണാണ് ഇൻഫിനിക്സ് ഹോട്ട് 10. നിങ്ങൾക്ക് അടിപൊളി വലിയ ഡിസ്പ്ലേ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോൺ ഉറപ്പായിട്ട് ചൂസ് ചെയ്യാം. ഇതിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത് 16MP ക്വാഡ് ക്യാമറ, ഫ്രണ്ട് 8MP ആണ്. 4GB 64GB വാരിയൻറ്റ് തന്നെയാണ്. പിന്നെ ബാറ്ററി വരുന്നത് 5200 mAh ബാറ്ററിയാണ്. ഡുവൽ വോൾട്ടി സർവീസ് ഇതിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ പ്രോസസ്സർ ഹീലിയോ G70 ആണ്. പ്രോസസ്സറിൽ ചെറിയ ഡൗൺ ഗ്രേഡ് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇതിൻ്റെ ഡിസ്പ്ലേ ഒരു രക്ഷയില്ല ഗൈസ്. കാരണം 6.8 ഇഞ്ച് HD+ ഡിസ്പ്ലേ തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഈ സ്മാർട്ട് ഫോൺ നല്ല അടിപൊളി ലുക്കുമാണ്. പഞ്ച് ഹോൾ ഡിസ്പ്ലേ ഒക്കെ ഉള്ള സ്റ്റൈലിഷ് സ്മാർട്ട് ഫോൺ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സ്മാർട്ട് ഫോൺ തന്നെ ചൂസ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 9,499 രൂപ മാത്രമാണ്. നമ്മുടെ ലിസ്റ്റിലെ 4ാമത്തെ ഫോണാണ് റിയൽമി നാർസോ 20. ഈ സ്മാർട്ട് ഫോണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ക്യാമറ തന്നെയാണ്. 48 മെഗാപിക്സൽ ട്രിപ്പിൾ ക്യാമറയാണ് ഈ ഫോണുള്ളത്. 48+8+2 മെഗാപിക്സൽ ക്യാമറാസാണ്. ഫ്രണ്ട് 8MP ഫ്രണ്ട്. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ 4GB RAM, 64GB ഇൻറ്റർണൽ മെമ്മറി, ഡിസ്പ്ലേ വരുന്നത് 6.52 ഇഞ്ച് HD+ ഡിസ്പ്ലേ ആണ്. ഇതിൻ്റെ ബാറ്ററി അത്യാവശ്യം നല്ല ബാറ്ററി തന്നെയാണ്. 6000 mAh ബാറ്ററി പ്ലസ് 18 വാട്ട് ക്വിക്ക് ചാർജർ. ഇതിൻ്റെ പ്രോസസ്സർ ഹീലിയോ G85. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ റേഞ്ചിൽ വരുന്ന ഒട്ടുമിക്ക എല്ലാ സ്മാർട്ട് ഫോൺസിനും ഹീലിയോ G80 ഓർ G85 ഒക്കെയാണ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 10,499, 500 മാത്രമേ കൂടുതലുള്ളൂ. പിന്നെ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. 10,000 രൂപയ്ക്ക് ഈ ഫോൺ വാങ്ങാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത സ്മാർട്ട് ഫോണാണ് റെഡ്മി 9 പ്രൈം. ഈ സ്മാർട്ട് ഫോണിൽ നല്ലൊരു ഫീച്ചേഴ്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ 10,000 രൂപ റേഞ്ചിൽ ഏകദേശം എല്ലാ സ്മാർട്ട് ഫോൺസിനും ഒരേ സ്പെസിഫിക്കേഷൻസാണ് അവർ നൽകിയിട്ടുള്ളത്. ഇതിന് നല്ല സ്പെക്സാണ് കൊടുത്തിട്ടുള്ളത്. 4GB വാരിയൻ്റ് ആണ്. 64GB ഇൻറ്റർണൽ മെമ്മറി. ഡിസ്പ്ലേ 6.53 ഇഞ്ച് ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. ക്യാമറ 13 മെഗാപിക്സലിൻ്റെ ക്വാഡ് ക്യാമറയാണ്. അത് 4 ക്യാമറയാണ്. ഫ്രണ്ടിൽ 8 മെഗാപിക്സലാണ്. ബാറ്ററി 5020 mAh. പ്രോസസ്സർ മറ്റുള്ളവരെ പോലെ തന്നെ G80 പ്രോസസ്സർ തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. ഈ സ്മാർട്ട് ഫോണിൻ്റെ വില 9,999 രൂപ മാത്രമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോയിൽ 10,000 രൂപയ്ക്ക് കിട്ടുന്ന ഏറ്റവും നല്ല ഹൈ പെർഫോമൻസ് ഉള്ള ഗെയിമിംഗ് സ്മാർട്ട് ഫോൺസാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തിയത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചില സ്മാർട്ട് ഫോൺസിൽ ഏകദേശം സെയിം സ്പെക്സാണ് വരുന്നത്. പക്ഷേ അതിൻ്റെ ഡിസൈൻസിലും വേറെ കീ ഫീച്ചേഴ്സും ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പം ഞാൻ ലിങ്ക് താഴെ കൊടുത്തേക്കാം, കയറി ചെക്ക് ചെയ്ത് ഇഷ്ടമുള്ള സ്മാർട്ട് ഫോൺ വാങ്ങുക.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ ദയവ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലേക്ക് അടിച്ച് പൊട്ടിച്ചത്. കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും വലുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. സൈനിങ് ഓഫ്.